പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഈ ആരാധന സമയങ്ങളിൽ ആരാധന എപ്പോൾ എവിടെ കൂടിയാലും അത് പങ്കെടുക്കുന്നവർ വിദൂരങ്ങളായിരിക്കുമ്പോൾ അവിടെ നൽകുന്ന ദർശനങ്ങളിലേക്ക് വിശ്വാസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആരാധനയെ കാണുന്ന പോലെ ഒരു പടമല്ല ശരിക്കും പറഞ്ഞാൽ. കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാട് കുർബാന ടി വിയിൽ കൂടുന്നതിനോട് സഭ എതിർപ്പാണ്. എൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ ഷാലോമിലെ കുർബാനയുണ്ട്, അത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. കാര്യം കുർബാനയും നമ്മൾ കാണുന്നത് പടമാണ്. നമുക്കറിയാമല്ലോ, പിക്ചറിൽ എന്താ കാണുക, പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത്, പിക്ചർ ട്യൂബ് എന്നല്ലേ പറയണത് ടി വിക്ക്, മറ്റേ മൊബൈൽ സ്ക്രീൻ എന്നല്ലേ പറയണത്. അപ്പോൾ അതൊന്നും കുർബാനയല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഒരു കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് സഭ ഇത് അംഗീകരിച്ച പിക്ചർ തന്നെയാണത്, പടവാണ്, കുർബാനയല്ല. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് മൊബൈലിലെ കുർബാന. ഇപ്പോൾ അറബി നാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട്, അവർ പിന്നെ കപ്പലിൽ കരകാണാതെ 6 മാസമൊക്കെ ജീവിക്കുന്നവരുണ്ട്. ആ കുർബാന സാധ്യമില്ല അവർക്ക് ഓപ്ഷനുണ്ട്. അവർക്ക് സഭ ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ നെറ്റിലാണ് കുർബാന കൂടാൻ പറ്റണമെങ്കിൽ അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫിസിക്കലായിട്ടാണ് ഇത് എപ്പോഴും കൂടേണ്ടത്. പക്ഷേ ഈ കുർബാന നമ്മളുടെ ഈ കൃപാസനം ആരാധനയിൽ ഇതൊരു പടമല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇത് ഏത് സമയത്ത് ആൾക്കാർ കൂടുമ്പോഴും ഒരു കൊല്ലം കഴിഞ്ഞാൽ, ഒരു 6 മാസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലും, അപ്പോൾ 2 മാസം കഴിഞ്ഞ് കൂടിയാലും ഒക്കെ ആൾക്കാർക്ക് വിശ്വാസമുള്ളവർക്ക്, വിശ്വസിച്ച് അത് കൂടുന്നവർക്ക് ആ തത്സമയ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇൻ്റർകോണ്ടിനെൻ്റെയൊക്കെ ആൾക്കാർ തളർവാദ രോഗികൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, ദൈവം നമ്മളെ നയിക്കുകയാണ്. ഈ മരിയൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ്. നമുക്കിപ്പോൾ കാനായിലെ കല്യാണത്തിന് ഇപ്പോൾ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പരിശുദ്ധാന പറഞ്ഞില്ലേ, എന്താണ് സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തെ വ്യാഖ്യാനിക്കണത് എന്താണ്, സമയം കഴിഞ്ഞിട്ടില്ലെന്നാണ്. അതാ സമയം കഴിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏത് സമയത്തും അവിടെ നമുക്ക് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത്. സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്ന്. അപ്പോൾ അമ്മ ആ ഭാഗം എടുത്തു. പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം, ഏത് സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസപ്പ് ചെയ്യാൻ പറ്റും. വചനം അഭിഷേകപൂർവ്വം വായിക്കാൻ കർത്താവ് ചോദിച്ച പോലെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ നീ അതെങ്ങനെ വായിക്കുന്നു. നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു വചനമേ ഉള്ളൂ, പക്ഷെ അവർക്ക് വായന പലതരമാണ്. കാര്യം അവരുടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ്. ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ളതനുസരിച്ച് അവനൊരു പ്രൈവറ്റ് വായനയുണ്ട്. അതാണ് ഈശോ ചോദിക്കുന്നത്, നീ അതെങ്ങനെ വായിക്കുന്നു. നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത്. വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ്. വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വചനം എല്ലാം അനന്തമായ പൊട്ടൻസിയാണുള്ളത്. എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ്. കൈയടിച്ച് കർത്താവിനെ തുടരുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടിപ്പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ.
കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത് അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്ന ദൈവമേ, അവൻ വിധവയുടെ ഏക മകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശവപ്പെട്ടിയെ ഇടവഴിക്ക് തടഞ്ഞു നിർത്തിയ ദൈവമേ, നിന്റെ തടഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന, ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈ ആരാധനയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിന്നലറി അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം സ്തുതി പാടിടും. സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിന്നലരിൽ അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം ഞങ്ങൾ സ്തുതി പാടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കൈകള് രണ്ടുപേരും നിങ്ങളുടെ ശിരസിൽ വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളാൽ ഇപ്പോൾ സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ഇപ്പോഴേ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ഞങ്ങളിപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരും മനസ്സിലോർക്കുന്നുവോ അവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ അവരെ തളിക്കണമേ. മാരക രോഗികൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ഒരുമിച്ച് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിന്നലരിൽ അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം ഞങ്ങൾ സ്തുതി പാടിടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തോടെ പാടണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ചെയ്യുകയല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. എനിക്ക് നിർബന്ധമാണ്
നിങ്ങൾ ഇവിടുന്ന് കർത്താവ് നിങ്ങളെ തൊട്ടിട്ട് പോകണമെന്ന്. എനിക്ക് നിർബന്ധമാണ്. ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ്. അവർ കർത്താവിനെ തൊടണം, കർത്താവ് അവരെ തൊടണം. ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും, കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നീ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനാ. അപ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി പരപിതാവ് നിന്നെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം, നീയാണ് ഞങ്ങളുടെ ഓഹരി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലല്ലാതെ ഞങ്ങൾ അങ്ങേ വിടുകയില്ല. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി താഴെ പറയുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല, മലം പോകുന്നില്ല, ചില കുഞ്ഞുങ്ങളെ വീർത്തിരിക്കുന്നതായിട്ട് പൈസ കാണിച്ച് കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മയുടെ തോളയിൽ കിടക്കുന്ന കുഞ്ഞ്, 1 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വ്യക്തിപരമായി കാണുന്നത് സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, മൂക്കിൽ ദിശ വളരുന്നവർ, അതുതന്നെ ഉദരത്തിൽ സിസ്റ്റുള്ളവർ, നമുക്കറിയാമല്ലോ എത്രയോ സിസ്റ്റുകളാണ് കർത്താവ് ഓരോരുത്തരും വന്ന് സാക്ഷ്യം പറയുന്നില്ല. ഓപ്പറേഷൻ പോലും വേണ്ടാതെ സിസ്റ്റുകൾ കർത്താവ് പറഞ്ഞതാണ് സംഭവിക്കുന്നത്. കർത്താവ് മോസസിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന്. അതുപോലെ ഇന്ന് കാണുന്ന സിസ്റ്റ് നിങ്ങൾ നാളെ കാണത്തില്ല. അത് നിന്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കടക്കമ്പോളങ്ങൾ. ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നതനുസരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ നിന്ന് എടുത്തല്ല, കർത്താവ് കാണിച്ചു തന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വാഴത്തോട്ടം, ചെറുത് വാഴത്തോട്ടമല്ല, ഒരു 10,000-15,000 വാഴകളുള്ള തോട്ടം. അതിന് രോഗങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തോട്ടക്കാരുടെ രോഗങ്ങളാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരാം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് ഏലമാകാം, ഇഞ്ചിയാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും. നിങ്ങൾ തോട്ടവിളയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും അവിടുന്ന് എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ വില തിരിച്ചു കിട്ടാൻ വേണ്ടി കൈ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ശ്രദ്ധ പാടുക. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലരിൽ അവതാരമാടും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നെ സ്തുതി പാടും. എൻ്റെ മക്കളെ, അതായത് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട്, അവർക്ക് ഇപ്പോഴും ഒരു പാർപ്പിടം കിട്ടാത്തവരുണ്ട്, വിദേശത്ത് അകപ്പെട്ടു പോയവർ, അവരിപ്പോഴും ഒടുവിൽ താമസിക്കുന്നവരുണ്ട്, തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, കാണാതെ പോയി ജീവിത പങ്കാളിയും മക്കളുമുണ്ട്.
അവിടെ കൂടെ തന്നെയാണ് മൈസൂരിലെ മണിപ്പൂരിലെ വേദനിക്കുന്ന മക്കളെ. എവിടെയെല്ലാം രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ജാതി മതഭേദമന്യേ മനുഷ്യൻ എവിടെയെല്ലാം വേദനിക്കുന്നുവോ, എവിടെയെല്ലാം കലാപങ്ങൾ അസ്വസ്ഥതകളുണ്ടാകുന്നുവോ, അവിടെ മനുഷ്യൻ്റെ ശക്തിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ഈ രാജ്യത്ത് സമാധാനം വരാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. നവീകരിക്കണമേ എന്ന് പ്രോബ്ലം ഇതാണ്, ആൾക്കാരുടെ ഒരു ഡിസ്പോസിഷൻ അതാണ്, എനിക്ക് മെരിറ്റില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ അടുത്ത് കർത്താവ് പറയും ഞാൻ മെരിറ്റ് നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ശതാധിപം വന്നിട്ട് പറയും എനിക്ക് മെരിറ്റില്ല, നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറയും. പക്ഷേ കർത്താവ് ആ വീട്ടിൽ ചെല്ലാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തി. ദൈവപൈതലെ, നിൻ്റെ പ്രാർത്ഥന നിൻ്റെ യോഗ്യത വെച്ചല്ല ഉടമ്പടി വെച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ വെച്ചാണ്. കൈയിട്ടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും, പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ നയനിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം സ്തുതി പാടും. എൻ്റെ മക്കളെ, പലരും ഉടമ്പടി ധ്യാനം കൂടുന്നതേ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇത് അപ്പ് ചെയ്യണത്. അപ്പോൾ ചൊവ്വാഴ്ച വരെ ആൾക്കാരെ കാത്തിരുന്നിട്ട് ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ഈശോ അവരുടെ കാര്യം സംസാരിക്കും എന്ന് അവർ വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ്. മൊബൈലും വെച്ചുകൊണ്ടിരുന്ന് ആശുപത്രി തുണ സഹോദരനായിട്ട് സഹോദരിയായിട്ട് തരുന്നവരെ, ബൈ സ്റ്റാൻഡറെ ഈ മൊബൈലും വെച്ചിരുന്നുകൊണ്ട് രോഗിക്ക് ആരാധന വെച്ച് കൊടുക്കുന്നവരെ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലത് കരത്താൽ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ, ഈ ആഴ്ച സ്കാനിങ്ങളെ സ്പർശിക്കണമേ, ഈ ആഴ്ച റിസൾട്ട് ഡോക്ടറെ കാണിക്കേണ്ടവരെ സ്പർശിക്കണമേ, ഇയാൾക്ക് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന കർത്താവ് ഈ ആഴ്ച പ്രസവത്തിന് കുറിച്ചിരിക്കുന്നവരെ, കർത്താവ് സമയം കുറിച്ചിരിക്കുന്നവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ സുഖം പ്രാപിക്കട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, നാട്ടിൽ ശ്രമിക്കുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് ഫ്ലോപ്പായിട്ട് വന്നവർ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല മനസ്സിൽ കുഴങ്ങുന്നവർ, എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഞാൻ പിടിപ്പിക്കുക. നിങ്ങളെ വിശ്വസിക്കുക, അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഈശോൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളെ സന്ധിക്കും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ തന്നെ മനസ്സിൽ പറയുക, ഞാൻ സാക്ഷ്യം പറയും. അമ്മ എന്നെ സന്ധിക്കുന്ന ദിവസം ചിലൊക്കെ വന്നിട്ട് പറയുന്നത് എന്താണ്, ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല,
നേരെ അമ്മയടുത്ത് വന്ന് പറഞ്ഞിട്ട് ബാക്കിയോട് പറയാമെന്ന് വിചാരിച്ചു. അത്രയും ദൈവം തന്നെ നേരിട്ട് വരികയാണ്. അപ്പം നിങ്ങൾ എവിടെയെല്ലാം, ലോകത്തെവിടെയെല്ലാം ആയാലും, ഏത് രാജ്യത്തായാലും, ഇന്ത്യയിലായാലും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി കഴിയാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിലൂടെ ഇങ്ങനെ സ്വന്തം സാമ്പത്തിക മേഖലകളിൽ ജപ്തി വരാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്ഥലം നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട് സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പലതരത്തിൽ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പോസ്കോ കേസ് ഉൾപ്പെടെ, വിവാഹ മോചന കേസ് ഉൾപ്പെടെ, വസ്തു കേസ് ഉൾപ്പെടെ, സർവീസ് പ്രോബ്ലംസ് ഉള്ളവർ, കള്ളക്കേസ് അകപ്പെട്ടവർ, സർവീസ് നഷ്ടപ്പെടുത്തിയവരെ എല്ലാം കണ്ണുനീരാം കർത്താവിൻ്റെ നാമത്തിൽ, അപമാതാവിൻ്റെ മധ്യത്തിൽ ഈശോ ഏറ്റെടുക്കട്ടെ. ശ്രുതിക്കട്ടെ. പ്രിയരേ നിന്റെ സ്നേഹം ഓർക്കുന്നെല്ലാരും, പാടി വാഴ്ത്തുന്നെല്ലാരും. പ്രിയരേ നിന്റെ സ്നേഹം ഓർക്കുന്നെല്ലാരും. എല്ലാവരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക, മൗന പ്രാർത്ഥനയുടെ സമയമാണിത്. അച്ഛൻ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുസന്നിധിയിൽ നിൻ്റെ വിഷയങ്ങൾ കണ്ണീരോടെ മൗനമായി സമർപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. അറിയിപ്പുകൾ. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ നേരിട്ട് കാണും. അപ്പം നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടായിരിക്കണം. എന്ത് എമർജൻസി നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം 1000-500 ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നതാണ്. നമുക്കൊരു 120 പേരെ കാണാനുള്ള ദിവസം കാണാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ 10 മണി തൊട്ട് 10:30 തൊട്ട് അങ്ങ് 5 മണി വരെ കാണും. അപ്പോൾ ഒരു മാക്സിമം 150 പേര്. അപ്പോൾ അവിടെ വരുന്നൊരു വിഷയം, പല ആൾക്കാരും പറയണത് ശരിയായിരിക്കാം, പക്ഷേ രേഖ അവിടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് പറയണത്, അത് എമർജൻസി ആൻഡ് അർജൻസിയാണ് കാണുന്നത്. അച്ഛൻ കാണുന്നതേ
എമർജൻസിയും ആയിരിക്കണം, അർജൻസിയും ആയിരിക്കണം. അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണം. പിന്നെ ഉടമ്പടി ഓക്കെ ആയിരിക്കണം, ഉടമ്പടി അപ്ഡേറ്റ് ആയിരിക്കണം. പുതുക്കില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണം. ഉടമ്പടി അല്ലാത്തവരെ കാണത്തില്ല, കാണേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി ആയിരുന്നവർ തന്നെ ലക്ഷക്കണക്കിനല്ലേ. പിന്നെ ഉടമ്പടിയോട് ബന്ധമില്ലാത്ത കാണേണ്ട സമയം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൃപാസനത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 82 81 29 75 11 നമ്പറിൽ വിളിക്കുക. 82 81 29 75 11. വൈദികർക്കും സിസ്റ്റേഴ്സിനും ശുശ്രൂഷയ്ക്ക് അവസരമുണ്ട്. കൃപാസനത്തിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, ഞങ്ങൾ ആരുടെയും പണം ആരോടും ചോദിച്ചിട്ടില്ല. ചില ആൾക്കാരൊക്കെ കള്ളന്മാർ ഇതുപോലെ ചില ഫേക്ക് അക്കൗണ്ട് അച്ഛൻ്റെ പണമൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാരൊക്കെ ഇന്ന് ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളായിട്ട് ബന്ധമില്ല. അത് കളവാണെന്ന് നിങ്ങൾ ഉടനെ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ഒക്ടോബർ 28 തീയതിയാണ് ജപമാല റാലി. കലണ്ടറിൽ അത് ഡേറ്റ് ഒന്ന് കുറിച്ച് വെച്ചേക്കണം. ഒക്ടോബർ 28 തീയതിയാണ് ജപമാല റാലി. ഇപ്പോൾ ജപമാല റാലിയോട് അനുബന്ധിച്ചുകൊണ്ട് ഒത്തിരി പേര് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അഖണ്ഡ ജപമാലയാണ്, 1000 മണി ജപമാലയാണ്. അപ്പോൾ 1000 മണി ജപമാല, അഖണ്ഡ ജപമാലയുടെ ചെല്ല് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ളവർ റാലിയോട് അനുബന്ധിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലും ഗ്രൂപ്പുകൾ, ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ആവശ്യപ്പെട്ടാൽ, കൃപാസനത്തിൽ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാവിൻ്റെ കളറുള്ള, ചാര കളറുള്ള 1000 മണിയുള്ള അഖണ്ഡ ജപമാല അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റിൽ അയച്ചു തരും. അതിൻ്റെ പണം നിങ്ങൾ QR കോഡിൽ ഇട്ടാൽ മതി. അത് അയച്ച് നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ കൂടി ഒരുമിച്ച് ഇപ്പോൾ ഉടമ്പടി എടുത്തത് തന്നെ ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാനത്തും ഓരോ പട്ടണങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ഗ്രൂപ്പായിട്ടാണ് അവർ കൂടണത്. ഇപ്പോൾ ഉടമ്പടി കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ അവരാണ് ഈ അഖണ്ഡ ജപമാല ആവശ്യപ്പെടുന്നത്. അത് ന്യൂയോർക്കിലും ഉണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അഖണ്ഡ ജപമാല ആവശ്യപ്പെട്ടാൽ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ 28 തീയതിയുള്ള റാലി നമ്മൾ എങ്ങനെയായാലും 2 ലക്ഷം 2.5 ലക്ഷം, കഴിഞ്ഞ കൊല്ലം 3 ലക്ഷത്തോളം ആൾക്കാരുണ്ടായി. ഇനി കൂടുകയല്ലേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ അവർക്കെല്ലാം ആരോഗ്യകരമായിട്ട് റാലിക്ക് പങ്കെടുക്കാനും സ്വസ്ഥമായിട്ട് വീട്ടിലെത്താനും അവർ ആ റാലി എന്തിനു വേണ്ടിയാണ് അവർ റാലി നടത്തുന്നത്, അവരുടെ ജീവിതാവസ്ഥകൾ മാതാവ് ഏറ്റെടുക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും അങ്ങനെ എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെക്കേണ്ടതാണ്. നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരണം. കഴിഞ്ഞ കൊല്ലം എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 14 പേരും കൊണ്ടുവരും. പിന്നെ ഞങ്ങളൊരു 5 ലക്ഷത്തോളം ബണ്ണ് കരുതിയായിരുന്നു. 5 ലക്ഷം നിങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും 30,000 കൊല പഴവും 30,000 വെള്ളവും കുപ്പിവെള്ളവും പലയിടത്തും നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മുടെ തീരദേശത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കറക്റ്റ് സംഭവമാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇത് ചിലപ്പോൾ ഭക്ഷണം തീർന്നു പോകും. വഴിക്ക് വെച്ച് ആൾക്കാർ ചിലർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോലെ എടുക്കാതില്ല റാലി ചിലപ്പോൾ 5:30 സ്റ്റാർട്ട് ചെയ്ത് പോകും. അവരെവിടെയെങ്കിലും കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെ റാലി കയറി നിൽക്കും. റാലി എന്ന് പറയാൻ അർത്ഥമെങ്കിലും എത്തിയാലും ഇവിടുന്ന് തീരത്തില്ല. ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിൽ കയറാൻ പറ്റും. ഈ പ്രാവശ്യം 3 കുർബാനയാണ് വെച്ചത്. നിങ്ങൾ വരുന്ന വരെ കുർബാനകൾ ഉണ്ടായിരിക്കും അവിടെ. ഇതിനൊക്കെ ചിലവുണ്ട്. ആവശ്യമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് സഹായിക്കാം. മാതാവിനെ ശുശ്രൂഷ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഈ ബണ്ണില്ലേ, അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കടയിൽ തന്നെ നമ്മൾ ബണ്ണ് വാങ്ങിക്കണത്. അവർക്ക് ആർക്കെങ്കിലും ആ മേഖലയിൽ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാവുന്നതാണ്. QR കോഡ് ഇട്ട് തരാം, അപ്പോൾ സഹായിച്ചാൽ മതി. ഇപ്പോൾ വേണ്ട. പിന്നെ വരുന്നതെല്ലാം ഓഫീസിൽ രസീത്, നിങ്ങൾ എന്നെ ചെയ്താലും രസീത് വാങ്ങിക്കണം. രസീത് ഇല്ലാതെ ഒരു പൈസ പോലും ആർക്കും കൊടുക്കരുത്, ഓഫീസിൽ പോലും കൊടുക്കരുത്. നിങ്ങൾ നിന്ന് രസീത്, കാരണം അത് മാതാവിന് കൊടുക്കുന്നതാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കും. ഞാൻ പോലും അവിടെ പോയി തിരക്കി പൈസ ഒന്നും തിരക്കാറില്ല. പൈസ പരിപാടിയോട് എനിക്ക് ബന്ധമില്ല, ഒരു ബന്ധമില്ല. ശമ്പളം വാങ്ങിക്കാറില്ല, ശുശ്രൂഷയ്ക്ക് മേടിക്കാറില്ല, പൈസ പോയി അന്വേഷിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല.
എൻ്റെ ശുശ്രൂഷ അൾത്താരയിലാണ് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അൾത്താര ശുശ്രൂഷ. പിന്നെ അവിടെ ഉള്ളത് അമ്മയുടെ പണമായത് കാരണം അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കാം. ശ്രദ്ധിച്ച് വിശ്വാസമുള്ളവരെയും വിശ്വസ്തയുള്ളവരെയും ഏൽപ്പിച്ചിട്ട് രൂപതയിൽ എൻ്റെ കണക്ക് കൊടുക്കും കൃത്യമായിട്ട്. അതെല്ലാം നിങ്ങൾ രസീത് മുഖേന കൈകാര്യം ചെയ്യാൻ നോക്കണം. അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള തീർത്ഥാടക പ്രോജക്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള മുറികളെല്ലാം ബുക്ക്ഡായി. ഇനിയിപ്പോൾ ചേർത്തല, ആലപ്പുഴ നോക്കേണ്ടി വരും. എന്നാലും നിങ്ങൾ അന്വേഷിക്കുക. ആൾക്കാർ ജോമാൽ റാലി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മുറികൾ ബുക്ക്ഡായി. പിന്നെ ഞങ്ങളൊരു 1000 പേരെ സ്കൂളിൽ എല്ലാ കൊല്ലവും താമസിപ്പിക്കും. കഴിഞ്ഞ കൊല്ലം 1000 പേരത്തോളം ഉണ്ടായിരുന്നു. രാത്രി കഞ്ഞിയും കാപ്പിയൊക്കെ കൊടുത്ത് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയണ ഒരു നല്ല സമൂഹം. ഒരു നേരത്തെ വരണം. വളരെ അകലെയുള്ളവർക്കും അന്യ സംസ്ഥാനത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ വരും. അപ്പം അതിന് നേരത്തെ വന്നാൽ പറ്റുന്ന സ്ഥലത്തൊക്കെ കിടക്കാം. സ്കൂളിലുള്ള സൗകര്യം ഉണ്ടാകത്തുള്ളൂ. ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവേ. ഇന്ന് മുതൽ ജോമാല ചെല്ലുമ്പോൾ, വീട്ടിൽ കുടുംബപ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു രഹസ്യം നമ്മുടെ റാലിയുടെ ദൈവിക ഇടപെടലിന് വേണ്ടി കാഴ്ചവെക്കണം. ജോമാല റാലിയുടെ ഇപ്പം നിങ്ങളെ പ്രത്യക്ഷീണ പ്രാർത്ഥന രാവിലെ ചെല്ലത്തില്ലേ? അപ്പോൾ പ്രത്യക്ഷീണ പ്രാർത്ഥന നിയോഗം പറയുമ്പോൾ നമ്മുടെ ജോമാല റാലി കൂടി പറഞ്ഞേക്കണം. മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? പിന്നെ ഇപ്പം ഞങ്ങളെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻസ് വളരെ സങ്കടകരമായ സിറ്റുവേഷൻസ്. കാര്യം ആൾക്കാർ ഒത്തിരിയേറെ ഇങ്ങനെ പലതരത്തിൽ സങ്കടപ്പെട്ട് വരും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ കുറച്ച് പേര് സങ്കടപ്പെട്ടാണ് പോകുന്നത്. അച്ഛനെ കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊരു പണി ചെയ്യണം. അവിടെ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരിൽ നിന്ന് വരികയോ കിട്ടുകയോ സംസാരത്തിൽ ഒരു മോഡസ്റ്റി അല്ലാത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആളെ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പേര് സഹിതം നിങ്ങളുടെ പേരും ഉണ്ടാകണം. അവിടെ കംപ്ലയിൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചോളാം. കാര്യം അങ്ങനെ ചില കംപ്ലയിൻറ്റുകൾ വരുന്നു പ്രവർത്തകരിൽ. അത് നിങ്ങളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. എന്നാലും ശരി, ഞങ്ങൾ വളരെ ക്ഷമയുള്ളവരാകേണ്ടതാണ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെ. പക്ഷേ നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ പിന്നെ ഈ ഫ്രോഡ് പാർട്ടി വരും. അതാണ് ഇവർ ചൂടാകണത്. അവരുടെ കയ്യിൽ ഉടമ്പടി പേപ്പറും ഉണ്ടാകത്തില്ല, അവരുടെ നമ്മൾ പുതുക്കിയിട്ടും കാണത്തില്ല. പിന്നെ അവർ പറയണ കാര്യം ആ വീട്ടിലെ ആളെയും കൊണ്ടുവന്ന് കാണത്തില്ല. ചുമ്മാ അവർ അപ്പോഴാണ് നിങ്ങൾ ഫ്രോഡാണെന്ന് കാണുമ്പോഴാണ് ഇവരുമായിട്ട് ചൂടാകണം. അല്ലാത്തവരാരെങ്കിലും നിങ്ങൾക്ക് വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.